CUT UG by സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിലേക്കുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ എത്ര മാർക്കുള്ള ആൾക്കാർക്കാണ് ജമ്മുവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പറയാം. പ്രധാനമായും ഇതിൽ പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു എന്ന് പറയുന്നത് ടയർ 3 യൂണിവേഴ്സിറ്റി പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല ഒരു 250 ഒരു 100 ബിലോ സ്കോറുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമില്ലാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത് ജൂലൈ 7 അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16 ജൂലൈ ആണ്. അപ്പോൾ വെറും ഒരു 9 ദിവസത്തെ ഗ്യാപ്പ് മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ്, ഏകദേശം 17 കോഴ്സുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് BSc ആൻഡ് MSc ബോട്ടണി, ഇന്റഗ്രേറ്റഡ് BSc MSc ബയോടെക്നോളജി, ഇന്റഗ്രേറ്റഡ് BSc MSc കെമിസ്ട്രി, ഇന്റഗ്രേറ്റഡ് BSc MSc എക്കണോമിക്സ്, ഇന്റഗ്രേറ്റഡ് BSc MSc എൻവയോൺമെന്റൽ സയൻസ്, ഇന്റഗ്രേറ്റഡ് BSc MSc മാത്തമാറ്റിക്സ്, ഇന്റഗ്രേറ്റഡ് BSc MSc ഫിസിക്സ്, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് BSc MSc സോളജി, ഇന്റഗ്രേറ്റഡ് BBA പ്ലസ് MBA, അതുപോലെ തന്നെ BVOC ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്, പിന്നെ BA ഹോണേഴ്സ് ഇൻ റിസർച്ച് വിത്ത് ഇൻ ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ്, അതുപോലെ തന്നെ BA ഹോണേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BA ഹോണേഴ്സ് ഇൻ ഹിന്ദി, BA ഹോണേഴ്സ് ഇൻ journalism and mass communication, BA honors in public policy and public administration, BA honors in religious studies, then BA honors in social work. ഇത്ര കോഴ്സുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.cujammu.ac.in എന്നുള്ളതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങളിത് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ കയറാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ ഒരു കോഴ്സ് കാര്യങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞുതരാം. ഏകദേശം 17 കോഴ്സുകളാണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 17 കോഴ്സുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കോഴ്സ് ഫസ്റ്റ് ഞാൻ പറയുന്നത് ഇന്റഗ്രേറ്റഡ് BSc MSc ബോട്ടണിന്റെ ആണ്. ഇന്റഗ്രേറ്റഡ് 5 ഇയർ കോഴ്സ് ആണ് അത് വരുന്നത്. അപ്പൊ അതിൽ ബയോളജി മാത്രം, നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് ബയോളജി മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെന്നുള്ളതാണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആ ഒരു പേപ്പർ എഴുതി നിങ്ങൾക്ക് എലിജിബിൾ ആയിരിക്കും. 250 100 താഴെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 250 അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. പിന്നെ വരുന്ന BSc MSc പ്രോഗ്രാം ഇൻ സോളജി, ഇന്റഗ്രേറ്റഡ് BSc MSc ഇൻ സോളജി. അതിലും ക്രൈറ്റീരിയ എന്ന് പറയുന്ന സബ്ജക്ട് കോമ്പിനേഷൻ ബയോളജിയാണ്, ബയോളജി എഴുതിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഇന്റഗ്രേറ്റഡ് BSc MSc ഇൻ കെമിസ്ട്രി ആണ്. അതിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇന്റഗ്രേറ്റഡ് BSc ഹോണേഴ്സ് ഫിസിക്സ്, BSc MSc ഫിസിക്സ് ആണ്, 5 ഇയർ ആണ്. അതിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ് ഓർ മാത്സ് എന്നുള്ളതാണ്. ഫിസിക്സ് അല്ല മാത്സ് എഴുതിയാൽ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ 5th ആയിട്ട് വരുന്നത് BSc MSc പ്രോഗ്രാം ഇൻ മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ അതിൽ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഫിസിക്സ് ഓർ മാത്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഈ 3 ഏതൊന്നും എഴുതിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഇന്റഗ്രേറ്റഡ് BSc MSc ഇൻ എൻവയോൺമെന്റൽ സയൻസ് ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിൽ വരുന്നത് വെച്ചാൽ എൻവയോൺമെന്റൽ സയൻസ് പേപ്പർ എഴുതാം, അല്ലെങ്കിൽ ബയോളജി എഴുതാം, അല്ലെങ്കിൽ കെമിസ്ട്രി എഴുതാം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതി എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ 7th ആയിട്ട് വരുന്ന BSc MSc പ്രോഗ്രാം ഇൻ ബയോടെക്നോളജി ആണ്. ബയോടെക്നോളജി, ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി, ഈ 2 പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് എഴുതി നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് BSc MSc പ്രോഗ്രാം ഇൻ എക്കണോമിക്സ് ആണ്, 8ാമത്തെ കോഴ്സാണ്. അതിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 9th കോഴ്സായിട്ട് വരുന്നത് ഇന്റഗ്രേറ്റഡ് BBA പ്ലസ് MBA ആണ്, 5 ഇയർ കോഴ്സാണ്. അപ്പൊ അതിൽ പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതണം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് എഴുതണം, അല്ലെങ്കിൽ കെമിസ്ട്രി, അല്ലെങ്കിൽ EVS, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓർ എക്കണോമിക്സ് ഓർ മാത്സ്, ഫിസിക്സ്, ബയോളജി, ഈ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ് അവിടെ പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ നല്ല സ്കോറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വെച്ച് അതിൽ അവിടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ 10th കോഴ്സിൽ വരുന്നത് BA ഹോണേഴ്സ് ഓർ BA ഹോണേഴ്സ് വിത്ത് റിസർച്ച് പബ്ലിക് പോളിസി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഈ ഒരു കോഴ്സിൽ പറയുന്ന ക്രൈറ്റീരിയ നമുക്ക് 23 ഡൊമൈൻ സബ്ജക്റ്റുകളുണ്ട്. ടോട്ടലി ഡൊമൈൻ സബ്ജക്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, ഏത് ഡൊമൈൻ സബ്ജക്ട് അല്ലാതെ ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ് പോലുള്ള സബ്ജക്റ്റുകൾ കൂട്ടിയിട്ട് വരുന്ന 23 സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ, എനി ഡൊമൈൻ എഴുതിയാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 11th കോഴ്സിലായിട്ട് വരുന്ന BA ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ്, ഈ ഒരു കോഴ്സിലും സെയിം ക്രൈറ്റീരിയ ആണ്. 23 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സബ്ജക്ട് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ആ ഒരു മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ 12th കോഴ്സിൽ വരുന്നത് BA ഹോണേഴ്സ് ഇൻ സോഷ്യൽ വർക്കാണ്. സോഷ്യൽ വർക്കിലും പറയുന്ന ക്രൈറ്റീരിയ സെയിം ആണ്. ഈ 23 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ളതാണ്. 25 സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ പിന്നെ അക്കൗണ്ടൻസി, ബാക്കി ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം BA ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിലും സെയിം ആണ്. ഇംഗ്ലീഷ് അതുപോലെ തന്നെ
എന്താ പറയുക ജനറൽ ടെസ്റ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡൊമൈൻ സബ്ജക്റ്റുകൾ, ഇനി ഡൊമൈൻ സബ്ജക്റ്റുകൾ ഇത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ആക്കി നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് 14th കോഴ്സായിട്ട് വരുന്നത് BA ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഹിന്ദിയാണ്. അപ്പൊ ഇതിലും സെയിം ക്രൈറ്റീരിയ ആണ്, വ്യത്യാസമൊന്നുമില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BA ഹോണേഴ്സ് വിത്ത് ഇംഗ്ലീഷ് റിസർച്ച് വിത്ത് ഇംഗ്ലീഷിലും സെയിം ക്രൈറ്റീരിയ ആണ്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ളതാണ് അതിലും പറയുന്നത്. ജനറൽ ടെസ്റ്റ് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഏതെങ്കിലും ഡൊമൈൻ, അതിൽ ഇത്ര ജനറൽ ടെസ്റ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡൊമൈൻ എഴുതിയാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ 16th കോഴ്സായിട്ട് വരുന്നത് BA ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഇൻ റിലീജിയസ് സ്റ്റഡീസ് ആണ്. അപ്പൊ അതിലും സെയിം ക്രൈറ്റീരിയ ആണ്, വ്യത്യാസമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. പിന്നെ വരുന്ന BVOC ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്, 17th കോഴ്സാണ്. അപ്പൊ ഇത് 3 ഇയർ ആയിട്ടുള്ള ഒരു വൊക്കേഷണൽ കോഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ കെമിസ്ട്രി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ എക്കണോമിക്സ് ഓർ മാത്സ് ഫിസിക്സ്, ഇത്ര സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ എലിജിബിൾ ആവുന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് കുറെ കുട്ടികളൊക്കെ വിഷമിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പേഴ്സണലായി ഒന്ന് കോൺടാക്ട് ഒക്കെ ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ജമ്മു അപ്ലൈ ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഒരു ഡെവലപ്പിംഗ് യൂണിവേഴ്സിറ്റിയാണ്, ടയർ 3 യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും ടയർ 2 അപ്ഗ്രേഡ് ആയി വരാൻ വേണ്ടി നോക്കുന്ന, എന്താ പറയുക, ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയുള്ളൊരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റീസ് ആണ്, നല്ല അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ നിങ്ങൾ എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ CUT നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും CUT ചെയ്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യാം. കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ എല്ലാ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ യൂണിവേഴ്സിറ്റികളിലും കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.